ഇതാണ് മുണ്ടക്കൈ മലയുടെ മേൽഭാഗത്തുള്ള ട്രീ വാലി റിസോർട്ട്. മുണ്ടക്കൈ മലയുടെയും ഈ പുഞ്ചിരി മട്ടത്തിനെയും ഇടയ്ക്ക് ഈ മുണ്ടക്കൈ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തായാണ് ഇത്രയും വലിയ ഒരു ട്രീ വാലി റിസോർട്ട് എന്ന സ്ഥാപനം ഉള്ളത്. ട്രീ വാലി റിസോർട്ടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെയാണ് 150-ൽ പരം ആളുകൾ അന്ന് കുടുങ്ങിപ്പോയിരിക്കുന്നത്. ഇവരെയാണ് അവസാനം രക്ഷാപ്രവർത്തകർ രക്ഷിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരിക്കുന്നത്. ട്രീ വാലി റിസോർട്ടിൻ്റെ ഉൾക്കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി നമുക്ക് കാണാൻ സാധിക്കും. സഞ്ചാരികൾക്ക് ഇരുന്ന് വിശ്രമിക്കാനൊക്കെയും ഏരിയയുണ്ട്. ഇതുകൂടാതെ സ്വിമ്മിംഗ് പൂൾ അടക്കം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ഇത്ര വലിയ ഒരു ഇങ്ങനെയുള്ളൊരു സ്ഥലമുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ട്രീ വാലി റിസോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. റിസോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഉള്ളത്. ഇതുകൂടാതെ റിസോർട്ടിൽ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. സ്റ്റേ ചെയ്യാനുള്ള നിരവധി സ്ഥലങ്ങളുമുണ്ട്. ഈ ഉരുൾപൊട്ടലുണ്ടായ മലയുടെ തൊട്ട് മുകളിലുള്ള ഒരു വൻ റിസോർട്ടാണ് ഇത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ട്രീ വാലി റിസോർട്ടാണ്. അതിൻ്റെ താഴ്ഭാഗത്താണ് വൻ പൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നത്. ട്രീ വാലി റിസോർട്ടിൽ അന്ന് നിരവധി പേർ കുടുങ്ങിപ്പോയിരുന്നു. ഇവരൊക്കെ സൈനികരടക്കം സ്ഥലത്തെത്തിയാണ് എയർലിഫ്റ്റിങ്ങിലൂടെയാണ് ഇവരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമടക്കം ഉണ്ടായത്. ഏതായാലും ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ഇത്രയും വലിയ കെട്ടിടങ്ങളും നിർമ്മാണ പ്രവൃത്തികളും ഉണ്ടായത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വലിയ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലിലേക്കൊക്കെ കാരണമായേക്കാം. നിരവധി താമസിക്കാനുള്ള ഈ ട്രീ വാലി റിസോർട്ടിൻ്റെ ഉള്ളിൽ താമസിക്കാനുള്ള നിരവധി ഇടങ്ങളാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ താഴെ ഭാഗത്താണ് ഈ ഉണ്ടായത്. ഉരുൾപൊട്ടൽ താണ്ഡവമാടിയ മുണ്ടക്കൈ മലയുടെ മുകളിലുള്ള ട്രീ വാലി റിസോർട്ടാണിത്. ട്രീ വാലി റിസോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റിസോർട്ടിൻ്റെ താഴ്ഭാഗത്താണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. താഴ്ഭാഗത്താണ് ഈ ഉരുൾപൊട്ടൽ പൂർണ്ണമായും താണ്ഡവമാടിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഈ ട്രീ വാലി റിസോർട്ടിൽ നടന്നത്. കാരണം ഇത്രയും വലിയ ഉയരത്തിലുള്ള ചെങ്കുത്തായ മലയുടെ മുകളിൽ ഈ മലവെള്ളം ഒഴുകി വരുന്ന ആ ഭാഗത്തിൻ്റെ മറുകരയിൽ ഇത്രയും വലിയ റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ അടക്കമുള്ള ട്രീ വാലി റിസോർട്ടിൽ നിരവധി വീടുകളാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒക്കെയും നേരത്തെ 150-ൽ പരം ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടന്നതായി നമുക്ക് അറിയാൻ സാധിക്കുന്നു. നമുക്ക് ട്രീ വാലി റിസോർട്ടിൻ്റെ മുകളിൽ നിന്ന് കാണാം. ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ ആരംഭിച്ച് വന്ന വഴിയാണിത്. റിസോർട്ടിൻ്റെ ചേർന്നുള്ള ഈ താഴ്ഭാഗങ്ങളിലൊക്കെയും വീടുകളുണ്ടായിരുന്നു, കുത്തി ഒലിച്ചു പോയിരുന്നു. ഈ മലമുകളിലെ ഇത്രയും വലിയ റിസോർട്ടുകളൊക്കെ ആണ് ഉള്ളത്. ഇവിടെ ഒക്കെയും നിരവധി ആളുകൾ കുടുങ്ങിക്കിടന്നിരുന്നു. അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. ഈ ട്രീ വാലി റിസോർട്ട് ഇത്രയും വലിയ മലയുടെ മുകളിൽ ഇങ്ങനെയൊരു റിസോർട്ട് ഉണ്ടോ എന്നുള്ള തരത്തിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്.